നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇടയ്ക്കൊരൽപ്പം നിർത്തും, വീണ്ടും തുടങ്ങും. ആ രീതിയിൽ വലിയ കലഹങ്ങൾ പശ്ചിമേഷ്യയിൽ ബാധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അതിനിടയിൽ മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, ഇന്ത്യക്ക് ഇനി ഈ യുദ്ധത്തെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. 2000 കിലോമീറ്റർ നീളുന്ന ഗ്യാസ് പൈപ്പ് ലൈൻ, ഒമാനിൽ നിന്നുള്ള ഗ്യാസ് പൈപ്പ് ലൈൻ ഇന്ത്യയിലേക്ക് എത്തുകയാണ്. അതോടുകൂടി ഇന്ത്യയുടെ ഗ്യാസ് ക്ഷാമത്തിന് ഒരു പരിധിവരെ ഒരു ആശ്വാസമാകും. ഒരു പരിധിവരെ എന്നല്ല, ഇന്ത്യക്ക് വളരെ പൂർണ്ണമായ ഒരു ആശ്വാസം തന്നെ ഇതിൽ കൂടി ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ആൻഡമാൻ നിക്കോബാറിലെ എണ്ണ കണ്ടെത്തിയതോടുകൂടി അത് വളരെ പൂർണ്ണമായ രീതിയിൽ പ്രവർത്തനക്ഷമമാകുന്നതോടുകൂടി ഭാരതത്തിൻ്റെ ഓയിൽ പ്രതിസന്ധിയും ഒരു പരിഹാരത്തിൽ എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഈ പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പൂർണ്ണമായും ആ മേഖലയെ ആശ്രയിക്കാൻ പറ്റില്ല. ഭാരതം പല മേഖലയിലേക്ക് അതിൻ്റെ വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും വെനസ്വലയുമായിട്ടൊക്കെയുള്ള ഭാരതത്തിൻ്റെ വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട്. അമേരിക്കയെ ഭാരതത്തിന് ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ലോകത്തിലെ പല മറ്റ് ചില രാജ്യങ്ങളൊക്കെ അമേരിക്കയെ ഭയപ്പെട്ടാൽ മതി, ഭാരതത്തിന് ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ഇവിടുത്തെ പ്രതിപക്ഷത്തിനാണ് ചെറിയ ഭയം റഷ്യയോടുള്ളത്. എന്തായാലും ഭാരതത്തിന് ഒരു ഭയവുമില്ല, പ്രത്യേകിച്ചും നരേന്ദ്രമോദി സർക്കാരിന് ഒരു ഭയവും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തിന് എണ്ണയും ഗ്യാസും ഒക്കെ യഥേഷ്ടം എത്തുന്ന തരത്തിൽ എല്ലാ കാര്യങ്ങളുടെയും അറേഞ്ച്മെൻറ്റുകളുണ്ട്. ഒരു താൽക്കാലികമായ വിലവർദ്ധനവ് ഉണ്ട് എന്നതൊഴിച്ചാൽ ഭാരതത്തിന് യാതൊരു തരത്തിലുള്ള പ്രതിസന്ധിയുമില്ല. പ്രതിസന്ധി ഒന്ന് കാണണമെങ്കിൽ തൊട്ടപ്പുറത്ത് പാകിസ്ഥാനിലേക്ക് ഒന്ന് നോക്കണം. 1 ലിറ്റർ പെട്രോളിന് 480 രൂപയാണ്. പ്രക്ഷോഭം ഉണ്ടാക്കിയപ്പോൾ അത് ഒന്ന് 100 രൂപ കുറച്ചു കൊടുത്തു. 480 നിന്ന് 380 രൂപയാണ്. ഭാരതത്തിൽ ഈ ഒരു അവസ്ഥയായിരുന്നുവെങ്കിൽ എന്തായിരുന്നേനെ പ്രതിപക്ഷത്തിൻ്റെയൊക്കെ വാചകങ്ങൾ. അതാണ് നമ്മുടെ തൊട്ടടുത്ത അയൽ രാജ്യത്തിൻ്റെ അവസ്ഥ. എന്തായാലും ആ അവസ്ഥ ഭാരതത്തിന് ഒരിക്കലും വരില്ല. നമുക്കെന്തായാലും സ്ട്രാറ്റജിക് റിസർവ് ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും വളരെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഏറെ ശുഭകരമായ വാർത്ത. 2000 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഒമാനിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഗ്യാസ് പൈപ്പ് ലൈൻ ഇടുകയാണ് ഭാരതം. എന്തായാലും ഇത് വളരെ ശുഭ സൂചകമായ ഒരു വാർത്ത തന്നെ. അതിനിടയിൽ പശ്ചിമേഷ്യൻ യുദ്ധം ഈ പറഞ്ഞതുപോലെ ഇടയ്ക്കൊന്നൊരൽപ്പം ഒന്ന് മങ്ങും, പിന്നീട് വീണ്ടും അങ്ങ് പൊങ്ങും. ഈ രീതിയിൽ താൽക്കാലികമായ വെടിനിർത്തൽ മാത്രമേ പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്നുള്ളൂ. ആരെങ്കിലും ഒരു ഭാഗം ഒന്ന് ക്ഷമിച്ചാൽ മാത്രമേ ഈ യുദ്ധം ഒരല്പം യുദ്ധത്തിന് എന്നേക്കുമായിട്ടുള്ള ഒരു വിരാമം ഇടാനായിട്ട് സാധിക്കുകയുള്ളൂ. അമേരിക്ക ക്ഷമിക്കുവാൻ തയ്യാറല്ല, അതോടൊപ്പം തന്നെ ഇറാനും ക്ഷമിക്കുവാൻ തയ്യാറല്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനിലെല്ലാം തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരല്പം കൂടി കാത്തിരുന്നാൽ ഇറാൻ പൂർണ്ണമായും നശിച്ച ഒരു അവസ്ഥയിലെത്തുമ്പോൾ എന്തായാലും അവർക്ക് യുദ്ധം നിർത്തിയേ പറ്റും. അപ്പാച്ചെ ഹെലികോപ്റ്ററൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അമേരിക്ക ഇറാനുമേൽ ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. എന്തായാലും ഇറാൻ ആകെ തകർന്നു കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും അവിടുത്തെ സൈനിക മന്ത്രിയും അവിടുത്തെ വിദേശകാര്യ മന്ത്രിയും ഒക്കെ പറയുന്നത് എല്ലാ സമയത്തും ഇറാൻ ആക്രമണത്തിന് സജ്ജമാണ് എന്നാണ്. അബ്ബാസ് അറാക്ചിയൊക്കെ പറയുന്നത് ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും അടിക്കുമെന്നാണ്. അടിക്കാൻ എന്തെങ്കിലും വേണ്ടേ എന്നതാണ് മറ്റൊരു വിഷയം. എന്തായാലും അതെല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ട്, എല്ലാം തന്നെ മറച്ചു വെച്ചുകൊണ്ട് ഇറാൻ ഇപ്പോഴും യുദ്ധത്തിൽ തന്നെയാണ്. അമേരിക്കയും യുദ്ധത്തിൽ തന്നെയാണ്. ബന്ദർ അബ്ബാസിലേക്കും ഇറാൻ്റെ എല്ലാ ശക്തി കേന്ദ്രങ്ങളിലേക്കും അമേരിക്ക ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇറാൻ മധ്യേഷ്യയിലെ മറ്റു പല ഭാഗങ്ങളിലേക്കും അമേരിക്കൻ സ്വാധീന മേഖലയിലേക്കൊക്കെയാണ് ഈ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിന് ഒരു പരിധി ഉണ്ടാകില്ല, ഒരു ശമനമുണ്ടാകില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശമനമുണ്ടാകും. ഒരു ഭാഗം പൂർണ്ണമായും നശിച്ചു കഴിയുമ്പോൾ അത് ഒരു ശമനത്തിലേക്ക് തന്നെ നയിക്കും. കാരണം അത് പിന്നീട് യുദ്ധം ചെയ്യുവാനായിട്ട് മറ്റേ ഭാഗം പിന്നീട് ഉണ്ടാകില്ലല്ലോ. അതുകൊണ്ട് നശിച്ചു പോകുന്നതോടുകൂടി യുദ്ധം അവസാനിക്കുമെന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അത് മിക്കവാറും ഇറാൻ തന്നെ ആയിരിക്കും. കാരണം ഇറാൻ്റെ കയ്യിൽ യാതൊരു തരത്തിലുള്ള കാര്യങ്ങളുമില്ല. അവർക്ക് കൊടുക്കുന്ന ചില കാര്യങ്ങൾ, അതായത് റഷ്യയോ അല്ലെങ്കിൽ ചൈനയോ ഒക്കെ കൊടുക്കുന്ന ചില യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോഴും ഇറാൻ ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ അമേരിക്കയെ അങ്ങനെ വിട്ടുകളയാൻ വേണ്ടിയിട്ട് തയ്യാറല്ല. അതുകൊണ്ട് തന്നെ റഷ്യ അവരുടെ ആയുധങ്ങൾ ഇറാന് സപ്ലൈ ചെയ്യുന്നുണ്ട് ഇടയിലെങ്കിലും. അതോടൊപ്പം തന്നെ ചൈന സപ്ലൈ ചെയ്യുന്നുണ്ട്. അതൊക്കെ വച്ചുകൊണ്ടാണ് ഇപ്പോൾ അതിജീവിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഏറെക്കുറെ അത് ആ രീതിയിലുള്ള അതിജീവനവും സാധ്യമല്ലാത്ത
ഒരു അവസ്ഥയാണ് ഇറാനിലുള്ളത്. എന്നാലും ഇറാന്റെ ഈ പരിതാപകരമായ അവസ്ഥയിൽ ദുഃഖമുണ്ട്. പക്ഷേ ഭാരതം അതിൽ നിന്നൊക്കെ കരകയറുവാനുള്ള ഒരു മാർഗത്തിലാണ്, ഒരു സൊല്യൂഷനിലാണ്. 2000 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പൈപ്പ് ലൈൻ വരുന്നതോടുകൂടി ഭാരതത്തിൻ്റെ ഗ്യാസ് പ്രതിസന്ധിക്ക് വലിയൊരളവിൽ ആശ്വാസമെത്തും. വലിയൊരളവിൽ എന്നല്ല, പൂർണ്ണമായ ഒരു ആശ്വാസം തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.